ക്ലിഫ് ഹൗസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ച് ഭിന്നശേഷിക്കാർ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലിക ജോലി ചെയ്ത ഭിന്നശേഷിക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. 20 വർഷക്കാലമായി താൽക്കാലിക ജോലി ചെയ്ത ഭിന്നശേഷിക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും പ്രതിഷേധക്കാർ പറയുന്നു. 2003 മുതൽ 2013 വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന താൽക്കാലിക ജോലി ചെയ്ത 2677 ഭിന്നശേഷിക്കാരെയാണ് സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിച്ച് സ്ഥിരപ്പെടുത്തിയത്. എന്നാൽ 2004 മുതൽ 2024 വരെ നീണ്ട 20 വർഷക്കാലമായി താൽക്കാലിക ജോലി ചെയ്ത ഭിന്നശേഷിക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടായില്ല. അപ്പം ഞങ്ങൾക്കൊരു മാനുഷ്യ പരിഗണനയിൽ തന്ന സൂപ്പർ ന്യൂമററി തസ്തിക ഉപയോഗിച്ച് ഞങ്ങളെ സ്ഥിരപ്പെടുത്താം എംപ്ലോയ്മെൻറ്റ് ചെയ്തതാണ്. ഇവിടെ മാനുഷ്യ പരിഗണന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പേപ്പറിൽ വായിച്ചു. അതായത് 10 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്ത ആൾക്കാരെ, സകലാംഗർ എന്ന് പറയുന്ന ആൾക്കാരെ മാനുഷ്യ പരിഗണന കൊടുത്തിട്ട് അവരെ സ്ഥിരപ്പെടുത്തുന്നു. ചില അവർക്ക് വല്ല കോൺക്രീറ്റിന് പോകാം, തൊഴിലുറപ്പിന് പോകാം, ഓട്ടോ ഓടിക്കുക, വാഹനം ഓടിക്കുക, എല്ലാം ചെയ്യുക. ഞങ്ങൾ ഈ കയ്യും കാലും കണ്ടും മൂക്കില്ലാത്ത ഞങ്ങൾ എന്താ ചെയ്യുക? അപ്പം ഞങ്ങൾക്കാണോ മാനുഷ്യ പരിഗണന, അതോ മറ്റുള്ളവർക്കാണോ? അപ്പം ഞങ്ങൾ ഭിന്നശേഷിക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി വേറൊരു പെൻഷൻ ഷെഡ്യൂൾ ചെയ്യണം. പിന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് മുഴുവനും ജോലി കൊടുത്തിട്ട് അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലിക ജോലി ചെയ്ത ഭിന്നശേഷിക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് 1ാം പിണറായി സർക്കാരിന്റെ കാലത്തും ഇവർ സമരം ചെയ്തിരുന്നു. നിരവധി തവണ പലർക്കും നിവേദനങ്ങൾ നൽകിയെങ്കിലും പരിഗണിച്ചില്ലെന്ന് ഇവർ പറയുന്നു. ജോലി എടുക്കാൻ പറ്റാത്തവർക്ക് അവർക്ക് അർഹതപ്പെട്ട പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുക്കുക. ഞങ്ങളെപ്പോലെ ജോലി എടുക്കാൻ കഴിയുന്നവർക്ക് ഞങ്ങൾക്ക് പെൻഷൻ വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് സ്ഥിരമായൊരു ജോലിയാണ്. ഞങ്ങൾ അധ്വാനിച്ച് ജോലി എടുത്തോളാം. അതല്ലാതെ വലിയൊരു പണി എടുക്കാനുള്ള മാർഗ്ഗം ഞങ്ങൾക്കില്ല. അപ്പോൾ ഞങ്ങൾ 6 മാസം ആകുന്നതിന് ഒരു ദിവസം മുമ്പ് ഞങ്ങൾ പിരിച്ചുവിടുകയാണ്. ഞങ്ങളെപ്പോലത്തെ ആൾക്കാരെ ഒരു പരിഗണന നൽകി, മാനസിക പരിഗണന നൽകി സ്ഥിരപ്പെടുത്തണമെന്നാണ് വളരെ ദയനീയമായി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. 2ാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും 140 MLA-മാർക്കും CPI-CPIM സെക്രട്ടറിമാർക്കും ഉൾപ്പെടെ നിവേദനങ്ങൾ നൽകി. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ക്ലിഫ് ഹൗസ് ധർണ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.